ഹലോ, സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മൈക്രോമാക്സ് A24 എന്ന് പറയുന്ന മോഡലിൻ്റെ ഷോർട്ടിംഗ് പ്രോബ്ലത്തെക്കുറിച്ചാണ്. സാധാരണ വരാറുള്ള സ്പെയറുകൾ ഷോർട്ടിങ് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോ. നോർമലായിട്ട് 2-3 സ്പെയർ 4 സ്പെയറോളം എനിക്ക് റെഗുലർലി കിട്ടാറുള്ളത് ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വീഡിയോ കാണുക. നമുക്കപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഫോണ് ഷോർട്ടിങ് ആണെങ്കിൽ ആദ്യം ചെക്ക് ചെയ്യേണ്ട സ്പെയർ ഈ കപ്പാസിറ്ററാണ്. ഈ PFൻ്റെ തൊട്ട് മുകളിലിരിക്കുന്ന കപ്പാസിറ്റർ. ഇതൊന്ന് റിമൂവ് ചെയ്ത് നോക്കുക. പിന്നെ രണ്ടാമത് ഇവിടെ ഒരു കോയിലുണ്ട്. ആ കോയിലൊന്ന് റിമൂവ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഷോർട്ടിങ് മാറിയാൽ ഈ കോയിൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് ഷോർട്ടിങ് മാറിയാൽ അർത്ഥം ഈ PF ഷോർട്ടാണെന്നുള്ളതാണ്. അങ്ങനെയുണ്ടെന്നിരിയിൽ ഈ PF ഒന്ന് മാറി വയ്ക്കുക. പിന്നെ സാധാരണ വരാറുള്ളത് ഇതുണ്ട്. ഇവിടെ ഈ കോയിലിൻ്റെ തൊട്ട് മുകളിലൊരു കപ്പാസിറ്റർ ഇരിപ്പുണ്ട്. ഈ കപ്പാസിറ്റർ ഷോർട്ട് വരാൻ സാധ്യതയുണ്ട്. ഇത് വരുന്നതാണ്. അപ്പോൾ ഈ കപ്പാസിറ്റർ ഒന്ന് റിമൂവ് ചെയ്ത് വെച്ച് നിങ്ങൾ നോക്കുക. ഈ 3 സ്പെയറെ തന്നെ കിട്ടുന്നതാണ്. ഇല്ലാതെ വരുന്ന സ്പെയറുകൾ പിന്നെ ഒരെണ്ണം കൂടി ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സ്പെയറുണ്ട്. അത് പറഞ്ഞുതരാം. അതായത് ഈ ചാർജിങ്ങിൻ്റെ ഇവിടുത്തെ ഈ കപ്പാസിറ്റർ ഇതൊന്ന് റിമൂവ് ചെയ്ത് നോക്കുക. ഇതൊക്കെ ഫിൽട്ടർ ചെയ്യാൻ വെച്ചേക്കുന്ന കപ്പാസിറ്ററുകളാണ്. അതുകൂടാതെ കൊണ്ട് വരുന്നത് ഇവിടെ ബാറ്ററി കോണ്ടാക്റ്റിൻ്റെ പുറകിൽ ഒരു 3 റെസിസ്റ്റർ, ഒരു കപ്പാസിറ്റർ, ഒരു ഡയോഡ്, ഒരു കപ്പാസിറ്റർ. ഇത്രയും സാധനത്തിൽ ഈ കപ്പാസിറ്റർ 3 എണ്ണം ഉണ്ട്. ഈ കപ്പാസിറ്റർ 3 എണ്ണം ഒന്ന് മാറ്റി വെച്ചേച്ച് നിങ്ങൾ ഷോർട്ടിങ് ചെക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഷോർട്ടിങ് പ്രോബ്ലം മാറുന്നില്ലെങ്കിലാണ് പറഞ്ഞത് ഈ 3 കപ്പാസിറ്റർ മാറ്റുക. അത് കഴിഞ്ഞിട്ടും മാറുന്നില്ലെന്നൊരു നിങ്ങൾ ഈ ബാറ്ററി കോണ്ടാക്റ്റിൻ്റെ പുറകെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും പുറത്ത് വെച്ചേച്ച് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്ത് വെച്ച് ഷോർട്ടിങ് സെയിം ആണെങ്കിൽ അതുപോലെ തന്നെ ആ സാധനം എടുത്ത് ഫിറ്റ് ചെയ്യുക. ഫിറ്റ് ചെയ്ത് വെച്ച് പിന്നെ ഈ ഭാഗത്തേക്ക് വരിക. ഈ ഭാഗത്തേക്ക് ഈ കപ്പാസിറ്റർ ഇവിടെ 2 കപ്പാസിറ്റർ ഇരിക്കുന്നതിലും മുകളിലത്തെ, പിന്നെ അതിൻ്റെ തൊട്ട് താഴത്തെ ഇരിക്കുന്ന കപ്പാസിറ്റർ ഉണ്ട്. അത് കുഴപ്പമില്ലാത്ത കപ്പാസിറ്ററാണ്. അതിൻ്റെ താഴെ ഇരിക്കുന്ന കപ്പാസിറ്റർ കുഴപ്പമില്ലാത്തതാണ്. ഇവിടെ ഈ ലാസ്റ്റ് ഈ ക്രിസ്റ്റലിൻ്റെ മുകളിലിരിക്കുന്ന കപ്പാസിറ്റർ പ്രശ്നക്കാരനാണ്. അതൊന്ന് ചെക്ക് ചെയ്തോളുക. പിന്നെ ഇവിടെ 2 കപ്പാസിറ്റർ ചെക്ക് ചെയ്യേണ്ട കപ്പാസിറ്ററുണ്ട്. ഈ കപ്പാസിറ്റർ ചെക്ക് ചെയ്യേണ്ടതാണ്. ഈ കോയിലിന് ഇടയ്ക്കുള്ള കപ്പാസിറ്റർ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇങ്ങനെയുള്ള സ്പെയറുകൾ ഏറ്റവും ലാസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഇവിടെ കുറേ കപ്പാസിറ്ററുകൾ കംപ്ലൈൻ്റ് ആകാൻ പാകത്തിന് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഷോർട്ടിങ് വരുന്നതാണ്. ഈ മുകളിലൊരെണ്ണം, ഇതൊരെണ്ണം, ഇത് 2 എണ്ണം, ഇത് അങ്ങനെ ഒരു 6 കപ്പാസിറ്റർ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നിങ്ങൾ ബേസിക്കായിട്ട് നിങ്ങൾ നോക്കണം ഷോർട്ടിങ് ആണെങ്കിൽ. ആദ്യം പറഞ്ഞ 3-4 കമ്പോണൻസ് അതിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഷോർട്ടിങ്ങിൻ്റെ പ്രശ്നം. അതിൽ കിട്ടാത്തവർക്കാണ് ഞാൻ ഈ ബാക്കിയുള്ള കമ്പോണൻസ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്, കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഒരു പുത്തൻ കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.